എസ് വിനേഷ് കുമാർ കൂടി ചേരുന്നു കോഴിക്കോട് നിന്നും. അർജുന്റെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, നമുക്ക് ചിന്തിക്കാനും പറയുന്നതിനുമൊക്കെ അപ്പുറത്തേക്കാണ് അവരുടെ ചിന്തകളും അവരുടെ ദുഃഖവും എന്ന് നമുക്കറിയാം. 10 ദിവസമായി പ്രിയപ്പെട്ടവനെ കാണാതായിട്ട്. വിനേഷ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു പ്രതീക്ഷാവഹമായ വാർത്ത നമുക്ക് ലഭിച്ചത് ആ ലോറി കണ്ടെത്തി എന്നുള്ളതാണ്. ഇതുവരെയും ഒരു തുമ്പും കിട്ടാതെ ആകെ വിഷമത്തിലായിരുന്നു നമ്മുടെ കേരളം മുഴുവൻ. മലയാളികളുള്ള ലോകത്തെവിടെയുമുള്ള മലയാളികൾ ആകെ വിഷമത്തിലായിരുന്നു. അത്തരത്തിൽ ഇന്നലെ ആ വാർത്ത വന്നപ്പോൾ അവരുടെ പ്രതികരണം എന്തായിരുന്നു? ഇപ്പോൾ എന്താണ് അവിടെ നിന്ന് തരാൻ കഴിയുന്ന വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും ഇവിടെ ഇനിയിപ്പോൾ അർജുൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷ എന്തായാലും ഈ കുടുംബത്തിനില്ല. അത് കഴിഞ്ഞ 2-3 ദിവസമായി ആ ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് തന്നെ അവർ പറയുന്നുണ്ട്. കാരണം രക്ഷാപ്രവർത്തനം തുടക്കത്തിൽ നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനം നടക്കുകയായിരുന്നെങ്കിൽ ഒരുപക്ഷെ അർജുൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരുമായിരുന്നു. കാരണം ഇത്ര ദിവസം 10ാം ദിവസത്തിലെത്തി, ഇനിയൊരു തിരിച്ചുവരവ് അർജുനുണ്ടാവില്ല എന്നുള്ള രീതിയിലേക്ക് അവർ മനസ്സിനെ ആ രീതിയിലേക്ക് പാകപ്പെടുത്തി. കാരണം അർജുനെ കാണാതായത് മുതൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അർജുൻ്റെ ഭാര്യയും അമ്മയും സഹോദരങ്ങളും അച്ഛനും എല്ലാം തന്നെ. ഇപ്പോൾ അവർ അതിൽ നിന്നെല്ലാം മാറി ഒരു മരവിപ്പിലേക്കാണ് അവർ മാറിയത്. ഒരു മരവിച്ച മനസ്സുമായിട്ട് അവർ ജീവിക്കുന്നു. ഭക്ഷണം കൃത്യമായി കഴിക്കാൻ പോലും ആരും കഴിക്കുന്നില്ല. അതുപോലെ ഉറക്കം നഷ്ടപ്പെട്ട ദിനങ്ങൾ. ഇങ്ങനെ വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് ഓരോ ആളുകൾ ഇരിക്കുന്നു. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവർ മാറി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും നമുക്ക് ലോറി കണ്ടെത്തി എന്നുള്ളത് ഒരു നല്ല സൂചനയാണ്. പക്ഷേ അതിനകത്ത് അർജുനുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. അർജുൻ ഉണ്ടെങ്കിൽ തന്നെ അർജുൻ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. ഇതെല്ലാം ഇവർക്കറിയാം, അവർ മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങൾ. കാരണം അർജുൻ്റെ ഭാര്യ സഹോദരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുണ്ട്. ഒപ്പം തന്നെ സഹോദരനുണ്ട്. ഇവരെല്ലാവരും അവിടെ നിന്ന് കൃത്യമായ വിവരങ്ങൾ വീട്ടിലുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട്. അവർക്ക് അത് ഒപ്പം തന്നെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തയെല്ലാം അവർ കാണുന്നുണ്ട്, കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നമ്മൾ ഇന്നലെ അർജുൻ്റെ സഹോദരി അഞ്ജുവുമായി സംസാരിച്ചിരുന്നു. അവരൊക്കെ ഒരു മരവിപ്പിലാണ്. അവർക്ക് കൂടുതലൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അവർ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്കറിയാം, അവർ കൃത്യമായി തന്നെ അവരുടെ നിലപാട് പറഞ്ഞിരുന്നു. മാതാവാണെങ്കിലും അവരാണെങ്കിലും ഇപ്പോൾ സഹോദരിയാണെങ്കിലും എല്ലാം തന്നെ. കാരണം ഈ തെരച്ചിലിൽ, അതായത് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു വേണ്ട രീതിയിലുള്ളൊരു ഊർജിതമായ രക്ഷാപ്രവർത്തനമോ തെരച്ചിലോ ഉണ്ടായില്ല തുടക്കത്തിൽ. നമുക്കറിയാം, ആദ്യത്തെ 1-2-3 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരു മാധ്യമ ഇടപെടലും പിന്നീട് കേരള സർക്കാരിൻ്റെ ഇടപെടലുമാണ് ഇത്തരത്തിൽ ഊർജിതമായൊരു തെരച്ചിലേക്ക് നടത്തി. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന തെരച്ചിലിൽ ആർക്കും ഒരു തർക്കവുമില്ല. ആർക്കും അതിൽ പരാതികളോ പരിഭവങ്ങളോ ഒന്നുമില്ല. വളരെ കൃത്യമായി തന്നെയാണ് ഇപ്പോൾ അവിടെ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെയാണ് ഈ വീട്ടുകാർ പറയുന്നത്. എന്തായാലും ഇന്ന് നിർണായക ദിവസമാണ്. ഇനി മണിക്കൂറുകൾക്കകം തന്നെ ആ ലോറി പുറത്തെടുക്കാൻ കഴിയും. ആ ലോറിക്കകത്ത് അർജുൻ ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. ഉണ്ടെങ്കിൽ അത് എങ്ങനെ ജീവനോടെ എന്തായാലും ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ലെന്ന് വീട്ടുകാർ തന്നെ ഉറപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വരുന്ന ഒരു നിർണായകമായ മണിക്കൂറുകളിലേക്കാണ് ശ്രദ്ധ. ഒപ്പം തന്നെ നാട്ടുകാരും. കാരണം ഇനി അർജുനൊരു ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ കരുതുന്നു. എന്നാലും ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ടാവുന്നു അർജുനു വേണ്ടി. ഓരോ ആരാധനാലയം, വ്യത്യസ്ത മതത്തിൽ വരുന്ന ആരാധനാലയങ്ങൾ, പ്രാർത്ഥനകളും മറ്റു പരിപാടികളും എല്ലാം തന്നെ കോഴിക്കോടും മലപ്പുറം ജില്ലകളിലും എല്ലാം തന്നെ നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. വിവാദങ്ങൾക്കും ഒരു പഞ്ഞവുമില്ല. എന്തായാലും അതൊന്നും വീട്ടുകാരെ അല്ലെങ്കിൽ ഇതിന് നാട്ടുകാരെ ഒന്നും അലോസരപ്പെടുത്തുന്ന കാര്യമല്ല. അർജുൻ തിരിച്ചു വരിക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്, അതാണ്. പക്ഷേ അത് എത്രത്തോളം സാധ്യമാവും എന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. എന്തായാലും കുടുംബത്തിൻ്റെ ഒരു വേദന അതൊരിക്കലും നമുക്ക് ആ ഒരു സമാനതകളില്ലാത്ത വേദന നമുക്കൊരിക്കലും അങ്ങനെ അതിന് ചിന്തിക്കാൻ പോലും കഴിയില്ല. അത്രത്തോളം അവർ അനുഭവിക്കുന്നുണ്ട്. വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്, ബന്ധുക്കളും മറ്റാളുകളും എല്ലാം തന്നെ വീട്ടിൽ തന്നെയുണ്ട്. ഒപ്പം തന്നെ നാട്ടുകാരും പൊതുപ്രവർത്തകരും എല്ലാം തന്നെ വീട്ടിൽ പോകുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എങ്കിലും അവർ അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ്. വിനേഷ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അർജുനെ കാണാതായ അന്ന് മുതൽ ഉള്ള പ്രതികരണങ്ങൾ വിനേഷ് അടക്കം തേടുന്നുണ്ടല്ലോ വീട്ടുകാരിൽ നിന്നും. അവരൊക്കെ വളരെ പക്വമായ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയതെന്നുള്ളത് നമുക്ക് ഈ സമയത്ത് എടുത്തു പറയേണ്ട കാര്യമാണ്. നമ്മളൊക്കെ അതിശയത്തോടെ കണ്ടു എങ്ങനെ ഇത്രയും പക്വതയോടെ ഈ സമയത്ത് സംസാരിക്കാൻ കഴിയുന്നു. കാരണം ഒരാളെ കാണാതാകുന്നു, നമുക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളെ കാണാതാകുന്നു, എങ്ങനെ ഇത്രയും പക്വതയോടെ സംസാരിക്കാൻ കഴിയുന്നു. പക്ഷേ നമുക്ക് പിന്നീട് മനസ്സിലായ കാര്യം, അവർ അങ്ങനെ നിന്നേ പറ്റുമായിരുന്നുള്ളൂ ആ സമയത്ത്. അവരുടെ ആ ഒരു ആർജവം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. എങ്ങനെയും അർജുനെ കണ്ടെത്തിയേ പറ്റൂ, തെരച്ചിൽ ഇത് പോരാ എന്ന്
ഒരു ഭാഗത്ത് വീട്ടിൽ കോഴിക്കോട് വീട്ടിൽ അമ്മയും ഭാര്യയും ചേച്ചിയും ഒരേ സ്വരത്തിൽ പറയുന്നു. അതേ സമയത്ത് ശിരൂരിൽ ഇവിടെ നിന്നുള്ള അർജുൻ്റെ സഹോദരനും സഹോദരി ഭർത്താവുമൊക്കെ അവിടെ അവർക്ക് അത്തരത്തിലുള്ള സമ്മർദ്ദം കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒറ്റക്കെട്ടായിട്ട് അർജുനെ കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു കുടുംബം, അത് നമുക്ക് വലിയൊരു വേദന ഉണ്ടാക്കിയ, ഒപ്പം ചിന്തിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നില്ലേ അത്? കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നമ്മുടെ ചാനലിലൂടെ അടക്കം ആളുകൾ കണ്ടതും സംസാരിച്ചതുമായ വിഷയമാണ്. അവർക്ക് അങ്ങനെ നിന്നേ മതിയാകുമായിരുന്നു, അല്ലേ വിനീഷ്? തീർച്ചയായും. കാരണം അവർ പറയുന്നത്, അവർ ബന്ധപ്പെട്ട അധികാരികളോടാണ് പറയുന്നത്, മാധ്യമങ്ങളോട് അവർ സംസാരിക്കുന്നത്, സർക്കാരിനോട് അവർ സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം, ഇപ്പോഴുള്ള രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസമില്ല എന്നുള്ള കാര്യം. കാരണം അനുഭവത്തിൽ നിന്നാണത്. കാരണം ആദ്യത്തെ 16, 17, 18 തീയതികൾ, 16-ന് അർജുനെ കാണാതാവുന്നു, 17, 18 തീയതികളിൽ അവിടെ നടന്നിരിക്കുന്നത്, അവിടെ റോഡിലേക്ക് വീണ മണ്ണ് JCB ഉപയോഗിച്ച് മാറ്റുന്നതിൻ്റെ അപ്പുറത്തേക്ക് രക്ഷാപ്രവർത്തനം നടന്നിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത് കൃത്യമായി അന്ന് നടക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ രക്ഷപ്പെടുമായിരുന്നു, അർജുൻ ജീവനോടെ തിരിച്ചു വരുമോ എന്നൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. എങ്കിൽ പോലും അങ്ങനെയൊന്നും നടന്നില്ല. അതിൽ കൃത്യമായ ഒരു മാധ്യമ ഇടപെടൽ ഉണ്ടായി എന്നുള്ളത് അതിൽ അവരെപ്പോഴും പറയുന്നുണ്ട്. മാധ്യമങ്ങളുടെ ഇടപെടൽ വളരെ കറക്റ്റായിരുന്നു. ആ മാധ്യമ ഇടപെടലും സർക്കാരിൻ്റെയും മറ്റ് സംവിധാനങ്ങളും എല്ലാം ഉണർന്നു പ്രവർത്തിച്ചതുകൊണ്ട് രാഷ്ട്രീയ വൈരമൊന്നുമില്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിൽ നിലകൊണ്ടു എന്നുള്ളതാണ്. വീടുകളിലേക്ക് വരുന്ന രാഷ്ട്രീയ പ്രവർത്തകരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും എല്ലാം തന്നെ അവരെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഈ രഞ്ജിത്ത് ഇസ്രായേലിനെ കുറിച്ചാണെങ്കിലും മറ്റുള്ള ആളുകളെ കുറിച്ചാണെങ്കിലും ഇങ്ങനെ അതിനപ്പുറത്തേക്ക്, കാരണം അവരുടെ ഒരു വീട്ടുകാർ പറയുന്നത് കൃത്യമായി തന്നെയുള്ള ഒരു ഇടപെടൽ ഉണ്ടായി എന്ന് പറയുമ്പോഴും ഇതിൽ സ്വാഭാവികമായും മനുഷ്യർ ചെയ്യുന്ന പരിപാടിയാണ്, മനുഷ്യർ ചെയ്യുന്ന കാര്യമാണ്. അതിൽ വീഴ്ചകളുണ്ടാവും, തെറ്റുകളുണ്ടാവും. ആ തെറ്റുകളുടെ അപ്പുറത്തേക്ക് നമ്മളുടെ ലക്ഷ്യം അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ്. അർജുൻ ജീവനുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ആ തെരച്ചിലിൻ്റെ ആ ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ കൃത്യമായി ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്ക് സോഷ്യൽ മീഡിയയിൽ, പ്രത്യേകിച്ച് നമുക്കറിയാം, സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത കുറേ ആളുകൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് അതിൽ ഇന്നലെ ഞാൻ അഞ്ജുവുമായി, അതായത് അർജുൻ്റെ സഹോദരിയുമായി സംസാരിച്ചപ്പോഴും അർജുൻ്റെ അമ്മ ഇത് സംബന്ധിച്ച് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. അതായത് പട്ടാളം ഇറങ്ങിയിട്ട് പോലും കൃത്യമായി കിട്ടിയില്ല, കോമാളികളെ പോലെ എന്നൊക്കെയുള്ള രീതിയിലേക്ക് അവർ ആ ഒരു വികാരത്തിന് പറഞ്ഞതാണ്. കാരണം ആരാണെങ്കിലും പറഞ്ഞു പോകും. കാരണം 3 ദിവസം യാതൊരു തെരച്ചിലുമില്ല. ഈ 3 ദിവസത്തിനകം ആർമിയെ ഇറക്കാമായിരുന്നു, മറ്റുള്ള റെസ്ക്യൂ ഓപ്പറേഷൻ സംവിധാനങ്ങൾ ഉപയോഗിക്കാമായിരുന്നു. ഇതെല്ലാം ഉപയോഗിക്കാതെ കർണാടക മാറി നിൽക്കുന്നത് നമ്മൾ കണ്ട. അവർ റോഡിലേക്ക് വീണ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഒരു തെരച്ചിലും ഉണ്ടായില്ല എന്നും നമുക്ക് KV ബൈജു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ആ അമ്മയുടെ ഒരു വൈകാരികമായ പ്രകടനമായിരുന്നു. അതിനെ വെച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അതിഭീകരമായി ഇവരെ വേട്ടയാടുന്ന രീതിയിലും ഇവരെ സോഷ്യൽ മീഡിയയിലൂടെ ഈ അമ്മയെ ഉൾപ്പെടെ മോശമായ പദങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് സംബന്ധിച്ചായിരുന്നു ഇന്നലെ നമ്മൾ സംസാരിച്ചു. ഈ ഒരു അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ്. അവർ പിന്നീട് അഞ്ജുവും അതിനുശേഷം മറ്റൊരു അവരുടെ ബന്ധുവും എല്ലാം തന്നെ ആ ഒരു വൈകാരികമായാണ് അമ്മ പ്രതികരിച്ചത്. കാരണം അവരുടെ മകനെ നഷ്ടപ്പെട്ട ആദ്യത്തെ 3 ദിവസം ഒരു തെരച്ചിൽ പോലും ഉണ്ടാവാത്തതിൽ എന്ത് സംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത്, എന്താണ് നമ്മളുടെ വ്യവസ്ഥിതിനെയാണ് അവർ യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്തത്. ആ അമ്മയുടെ ഭാഗത്ത് ആരാണെങ്കിലും അങ്ങനെ തന്നെ ചോദിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ഉപയോഗിച്ചുകൊണ്ട് ചില ആളുകൾ അവരെ വേട്ടയാടുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. കാരണം അവർക്ക് ഇപ്പോൾ തന്നെ താങ്ങാവുന്നതിലധികം ദുഃഖവും സങ്കടവുമുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഓരോ ആളുകൾ കൂടി അവർക്കെതിരെ തിരിയുന്നതും അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ ആക്രമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അർജുൻ്റെ വരവിന് ഉള്ള അർജുൻ്റെ വരവ് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ജീവനോടെ എന്തായാലും വരാനുള്ള ഒരു സാധ്യതയില്ല എന്നുള്ളത് നമുക്കറിയാം. പ്രായോഗികമായി അതിന് കഴിയില്ല. പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു മിറാക്കിൾ സംഭവിക്കട്ടെ എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. നമുക്കും അങ്ങനെ കഴിയുകയുള്ളൂ. എന്തായാലും ഇന്നിപ്പോൾ വരുന്ന നിർണായകമായ മണിക്കൂറുകളാണ്. അതിൽ നമുക്ക് എന്തെങ്കിലും ഒരു സൂചന ലഭിക്കും. അതനുസരിച്ചായിരിക്കും വീട്ടുകാരുടെ പ്രതികരണം. എന്തായാലും അവർ ഇനി കൂടുതൽ പ്രതികരിക്കാനൊന്നും വീട്ടുകാരുണ്ടാവില്ല. കാരണം അവരാകെ ആ ഒരു മരവിച്ച അവസ്ഥയിലേക്ക് മാറി എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവുന്നത്.